ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചു സ്പീച്ച് ജേർണി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വരാൻ പോകുന്ന ആ ഒരു സമയം നിങ്ങളുടെ ലൈഫിൽ, അതായത് വരാൻ പോകുന്ന 3 മാസത്തിനുള്ളിൽ നിങ്ങളുടെ ലൈഫിൽ എന്ത് വലിയ മിറാക്കിളാണ് സംഭവിക്കാൻ പോകുന്നത് നോക്കാനാണ്. അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഉറപ്പായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു മിറാക്കിൾ 3 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇത് നമ്പർ 7 ആ ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. നമ്പർ 7 ആ ഒരു എനർജി എപ്പോഴും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കും നമ്മുടെ ലൈഫിൽ പല കാര്യങ്ങളും കൊണ്ടുവരുന്നത്. അതായത് മിറാക്കിൾ എന്ന് പറയുന്നത് തന്നെ അതല്ലേ, അതായത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരു മിറാക്കിൾ സംഭവിക്കുന്നു, അതിനല്ലേ മിറാക്കിൾ എന്ന് പറയുന്നത്. ഇവിടെ കേതുവിൻ്റെ ആ ഒരു എനർജിയാണിത്. കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ എന്തോ നല്ല കർമ്മം ചെയ്തു, അതിൻ്റെ ആ ഒരു ബലമായിട്ടാണ് നിങ്ങൾക്ക് ഈ ജന്മത്തിൽ ഇങ്ങനൊരു മിറാക്കിൾ സംഭവിക്കുന്നത്. ഇവിടെ എപ്പോഴാണോ നിങ്ങളുടെ പ്രതീക്ഷകളെല്ലാം നശിച്ച് നിങ്ങൾ വിചാരിക്കുന്നു ഇനി ജീവിതത്തിൽ ഒന്നും തന്നെ ബാക്കിയില്ല, ഒരു മിറാക്കിളും സംഭവിക്കത്തില്ല എൻ്റെ ജീവിതത്തിൽ, അങ്ങനെ നിങ്ങൾ വിഷമിച്ചിരിക്കുമ്പോഴായിരിക്കും ഒരു മിറാക്കിൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ലൈഫ് റിലേറ്റഡ് ആയിട്ട് വലിയൊരു സെലിബ്രേഷൻ നിങ്ങൾ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഈ ഒരു സമയം ഇങ്ങനെയാണ്. ഈ ഒരു സമയം നമ്മൾ ഉപായങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരത്തില്ല, സമയം തന്നെ നമുക്ക് എല്ലാം കൊണ്ട് തരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ആ ഒരു സ്വഭാവത്തിൽ ഒരു പരിവർത്തനം ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നമ്മൾ എന്തെങ്കിലും ഒരു വസ്ത്രം, നമ്മുടെ പഴയ വസ്ത്രം എന്തെങ്കിലും ഇല്ലാതായാൽ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു വസ്ത്രത്തിന് തറ തുടയ്ക്കാനോ അല്ലെങ്കിൽ പൊടി അടിക്കാനോ എന്തെങ്കിലും രീതിയിൽ വിളക്ക് തുടയ്ക്കാനോ ഏതെങ്കിലും രീതിയിൽ ആ വസ്ത്രത്തിന് നമ്മൾ എടുക്കും. അങ്ങനെ ചെയ്യുന്നത് തെറ്റാണ് എന്നാണ് ഇവിടെ റീഡിങ്ങിൽ പറയുന്നത്. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ നിങ്ങളുടെ വസ്ത്രമോ നിങ്ങളുടെ കുട്ടികളുടെ വസ്ത്രമോ നിങ്ങളുടെ ഭർത്താവിൻ്റെ വസ്ത്രമോ ആരുടെ വസ്ത്രമായിക്കൊള്ളട്ടെ ഇങ്ങനെ പൊടി തുടയ്ക്കാനും തറ തുടയ്ക്കാനും ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അത് ഇന്ന് തൊട്ട് നിർത്തണമെന്നാണ് ഇവിടെ റീഡിങ്ങിൽ പറയുന്നത്. അത് നമ്മളുടെ വസ്ത്രത്തിനെ നമ്മൾ ഒരിക്കലും ഡിസ്റെസ്പെക്റ്റ് ചെയ്യരുത്. നിങ്ങളിങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ആ ഒരു വീനസ് എന്ന് പറയുന്ന ഗ്രഹം മോശമാവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഇനി നിങ്ങളുടെ ആ ഒരു വസ്ത്രത്തെ ഇങ്ങനെ തറ തുടയ്ക്കാനോ പൊടിയടിക്കാനോ ഒന്നിനും നിങ്ങൾ എടുക്കരുത്. ഇവിടെ നിങ്ങളുടെ സുഖത്തിൽ എന്തെങ്കിലും പ്രശ്നം സൃഷ്ടിക്കുന്ന ആ ഒരു കാര്യം നിങ്ങൾ തന്നെ സ്വയം ചെയ്യുന്നതിന് തുല്യമാണ് നിങ്ങളുടെ വസ്ത്രത്തിനോട് നിങ്ങൾ ഡിസ്റെസ്പെക്റ്റ് കാണിക്കുന്നത്. ചില സമയം നമ്മൾ നമ്മുടെ ലൈഫിൽ ചില റൊട്ടീൻസ്, ചില കാര്യങ്ങൾ, പക്ഷേ സമയത്തിനനുസരിച്ച് നിങ്ങൾ അത് മാറ്റാതിരിക്കുമ്പോഴാണ് നിങ്ങളുടെ ലൈഫിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. സമയത്തിനനുസരിച്ച് നിങ്ങൾ പല കാര്യങ്ങളും മാറ്റുകയാണ് എങ്കിൽ നിങ്ങളുടെ ലൈഫ് തന്നെ എളുപ്പമാകുന്നതാണ്. ചില ആൾക്കാരുടെ ഗ്രഹനില നോക്കുമ്പോൾ എല്ലാ ദിശാകാലവും നല്ലതായിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്, പക്ഷേ അവരുടെ ലൈഫിൽ എന്നും അവർക്ക് വിഷമവും ദുഃഖവും മാത്രമേ ഉള്ളൂ, അവർക്കൊരു നല്ലതും ഉണ്ടാവുന്നില്ല. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഇവർ ചെയ്യുന്ന ആ ഒരു കാര്യങ്ങൾ, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഇവർ ചെയ്യുന്നത് കൊണ്ടാണ് ഇവർക്ക് നല്ല ഒരു കാലം ഉണ്ടായിട്ട് പോലും ഇവരുടെ ലൈഫിൽ നല്ലത് നടക്കാത്തത്. നമ്മുടെ ലൈഫിൽ എപ്പോഴാണ് എല്ലാം നല്ലതാകുന്നത്, നമ്മൾ ജീവിക്കുന്ന ജീവിതം നല്ല രീതിയിലായാൽ മാത്രമേ നമ്മുടെ ലൈഫിൽ എല്ലാ കാര്യങ്ങളും നല്ലതാവുകയുള്ളൂ. അത് നമ്മൾ നല്ല കർമ്മങ്ങളും ചെയ്യണം, നല്ല രീതിയിൽ നമ്മുടെ ജീവിതം ജീവിക്കുകയും വേണം. അല്ലാതെ നല്ല കർമ്മം ചെയ്തിട്ട് ജീവിതം മോശം രീതിയിൽ ജീവിച്ചാൽ എങ്ങനെ നല്ല ഇതായിട്ട് വരും. ഇവിടെ കുറച്ചൊക്കെ ഈശ്വരൻ്റെ ആ ഒരു ഇഷ്ടപ്രകാരം നിങ്ങൾ ജീവിക്കേണ്ടതായിട്ടുണ്ട് ലൈഫിൽ. ഇവിടെ വരാൻ പോകുന്ന സമയം നിങ്ങൾക്ക് എവിടെയാണ് നിങ്ങൾ തെറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു ക്ലാരിറ്റി ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നമ്മൾ തെറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് പല കാര്യങ്ങളും പഠിക്കാൻ സാധിക്കുന്നത്. ഈ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും മനസ്സിൽ വയ്ക്കേണ്ടതാണ്. ഇവിടെ ആരുടെ കൂടെയാണ് ഈ ഒരു തെറ്റ് സംഭവിക്കാത്തത് അവർക്ക് കുഴപ്പമില്ല. ആരാണോ ഈ തെറ്റ് ചെയ്യുന്നത് അവർ ഉറപ്പായിട്ടും ഒന്ന് ഈ തെറ്റ് ചെയ്യുന്നത് ഇനി നിർത്തേണ്ടതാണ്. അതായത് നമ്മൾ ഇപ്പോൾ ഒരു വ്യക്തിയുടെ വീട്ടിൽ പോകുമ്പോൾ അവരുടെ കയ്യിലൊരു സ്റ്റോണ് രത്നമൊക്കെ പതിച്ച ഒരു സ്വർണ്ണ മോതിരം കാണും. അപ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ ഇത് എനിക്കൊരു ദിവസം ഇടാൻ തരുമോ, അപ്പോൾ അവർ ഊരിത്തരും, നമ്മളത് ഇടും. പക്ഷെ അങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഒരാൾ ഉപയോഗിച്ച സാധനം നമ്മൾ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. ഈ ഒരു കാര്യവും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങളുടെ ആ ഒരു മഹാദശാകാലം അനുസരിച്ച്, നിങ്ങളുടെ ആ ഒരു ഗ്രഹനില അനുസരിച്ച് നിങ്ങൾക്ക് ഏത് സ്റ്റോണാണോ കറക്റ്റ് ആ ഒരു സ്റ്റോൺ നോക്കി വാങ്ങിച്ച് ഉപയോഗിക്കുക. അല്ലാതെ മറ്റൊരാളുടെ മോതിരമോ മറ്റൊരാളുടെ മാലയോ മറ്റൊരാളുടെ വളയോ മറ്റൊരാളുടെ വസ്ത്രമോ അതൊന്നും നിങ്ങൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ലൈഫിൽ ഉറപ്പായിട്ടും സെലിബ്രേഷൻ വരുന്നതാണ്, പക്ഷേ അതിനുവേണ്ടി ചില ഗൈഡൻസ് ഉണ്ട്. ആ ഒരു ഗൈഡൻസ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടതാണ്. ഇവിടെ നിങ്ങൾ ആഗ്രഹിച്ചാൽ നിങ്ങളുടെ ലക്കിനെ നിങ്ങളുടെ നേരെ ആകർഷിക്കാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക്.
ഇവിടെ നിങ്ങൾ സെൽഫ് ലവ് ചെയ്യാനാണ് ഈശ്വരൻ പറയുന്നത്. നിങ്ങൾ ആദ്യം നിങ്ങളോട് മാപ്പ് ചോദിക്കുക. സെൽഫ് ലവ് ചെയ്യുന്ന ആൾക്കാർ ആദ്യം അവരോടാണ് മാപ്പ് ചോദിക്കേണ്ടത്. നിങ്ങൾ സ്വയം നിങ്ങളെ ഒത്തിരി ഇഗ്നോർ ചെയ്തു, ഒത്തിരി വേദനകൾ നിങ്ങൾക്ക് കൊടുത്തു. കാരണം നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, മറ്റുള്ളവർക്കൊന്നും സംഭവിക്കാൻ പാടില്ല. ആ രീതിയിൽ എല്ലാവരുടെയും കാര്യങ്ങൾ കറക്റ്റായി ശ്രദ്ധിച്ചു. പക്ഷെ അപ്പോൾ നിങ്ങളെ മറന്നുപോയി. നിങ്ങൾക്കും ഉണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ വരും, നിങ്ങൾക്കും പ്രശ്നങ്ങൾ വരും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നില്ല. അപ്പോഴെല്ലാം നിങ്ങൾ മറ്റുള്ളവരുടെ കാര്യങ്ങളാണ് കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നത്. അത് നല്ല കാര്യമാണ്. പക്ഷേ നമ്മുടെ ആ ഒരു ശ്രദ്ധ കൂടെ നമ്മൾ വയ്ക്കണം. ഇവിടെ നമുക്ക് ഒത്തിരി ഉത്തരവാദിത്തങ്ങളുണ്ട്, റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അത് നമ്മൾ കറക്റ്റായി നിറവേറ്റണം. അതിൻ്റെ കൂടെ തന്നെ നമുക്കെന്നും പറഞ്ഞ് ചില റെസ്പോൺസിബിലിറ്റി ഉണ്ട് നമ്മളുടെ സ്വന്തം കാര്യത്തിൽ. ആ ഒരു കാര്യവും കൂടെ നമ്മൾ നല്ല രീതിയിൽ ആ ഒരു റെസ്പോൺസിബിലിറ്റി നല്ല രീതിയിൽ ചെയ്യണം. ഇതൊരിക്കലും ഒരു സെൽഫിഷ് ആകുന്നതായിട്ടുള്ള കാര്യമല്ല. അതായത് നിങ്ങൾക്ക് ഒത്തിരി ആഗ്രഹങ്ങൾ ഉണ്ട്. നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ആ ഓരോ ആഗ്രഹങ്ങളെല്ലാം മാറ്റിവെക്കും. അതൊക്കെ തെറ്റാണ്. നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് ആഗ്രഹം എന്താണോ അത് സാധിച്ചു കൊടുക്കുക നിങ്ങൾക്ക്. അപ്പോഴാണ് നിങ്ങൾക്ക് ഒരു സന്തോഷം ലഭിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഹാരം കഴിക്കാൻ തോന്നുന്നു, അപ്പോൾ വിചാരിക്കും വേണ്ട, അതിനൊക്കെ പൈസ വേണം, ആ പൈസ ഉണ്ടെങ്കിൽ അവരുടെ കാര്യം നടത്താം, അങ്ങനെയൊക്കെ ചിന്തിക്കും. അങ്ങനെ ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. നിങ്ങളുടെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ എന്താണോ അത് നിങ്ങൾ സാധിച്ചു കൊടുക്കുക നിങ്ങൾക്ക്. അതായത് ഒരു ബാലൻസിൽ നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ജീവിക്കാനാണ് ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്യാൻ പറയുന്നത്. നിങ്ങളുടെ കാര്യവും നോക്കണം, കൂടെ മറ്റുള്ളവരുടെ കാര്യവും നോക്കണം. അല്ലാതെ എപ്പോഴും മറ്റുള്ളവരുടെ കാര്യങ്ങൾ മാത്രം നോക്കി നിങ്ങളുടെ കാര്യം നോക്കാതിരിക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് കാര്യമാണോ അത് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ നെഗറ്റീവായിട്ടുള്ള ചിന്തകളിൽ നിങ്ങൾക്കൊരു മോചനം ലഭിക്കും. ഇവിടെ നിങ്ങൾക്ക് ആഹാരം ഉണ്ടാക്കുന്നത് വളരെ ഇഷ്ടമായിരിക്കാം, ഇല്ല എങ്കിൽ ആഹാരം നല്ല രീതിയിൽ കഴിക്കുന്നതായിരിക്കാം ഇഷ്ടം, അല്ലെങ്കിൽ മ്യൂസിക് കേൾക്കുന്ന ഇഷ്ടമായിരിക്കാം, ഡാൻസ് കളിക്കുന്ന ഇഷ്ടമായിരിക്കാം. എന്താണോ നിങ്ങളുടെ ആഗ്രഹം അത് നിങ്ങൾ ചെയ്യുക. നമ്മളെല്ലാവരും മനുഷ്യരാണ്. നമുക്ക് പല സമയങ്ങളും നമ്മുടെ ആ ഒരു വിഷമാവസ്ഥയിൽ കൂടെ പോകേണ്ട അവസ്ഥ വരും പല സമയത്തും. പക്ഷെ അതിൽ നിന്നൊരു മാറ്റം നമ്മൾ തന്നെ കൊണ്ടുവരികയും വേണം. ഇവിടെ നിങ്ങൾ എവിടെയാണോ ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുന്ന ആ ഒരു സ്ഥലത്ത് നിങ്ങൾ ജീവിക്കാൻ ശ്രമിക്കുക. അല്ലാതെ നിങ്ങൾക്ക് ഒട്ടും തന്നെ ഹാപ്പി അല്ലാത്ത സ്ഥലത്ത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് പോവരുത്. അത് നിങ്ങളുടെ മനസ്സും ഹൃദയവും എവിടെയാണോ ഹാപ്പി ആകുന്നത് അവിടെ ഇരിക്കാൻ ശ്രമിക്കുക. ഇല്ല എങ്കിൽ സ്വയം നിങ്ങൾക്ക് ഒരു ഹീലിംഗ് ലഭിക്കാൻ വേണ്ടി മന്ത്രങ്ങൾ കേൾക്കുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മന്ത്രങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കേൾക്കുന്നത് നല്ലതാണ്. അല്ല എങ്കിൽ എന്തെങ്കിലും സോങ് നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ അത് കേൾക്കുക. ഇതെല്ലാം നല്ലതാണ്. അതായത് ചില ആൾക്കാർ ഉണ്ട്, സ്വയം എന്നെ ഹീലാക്കാതെ ഞാൻ ഉറങ്ങത്തില്ല, അതിനു വേണ്ടി എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്തിട്ട് മാത്രമേ അവർ ഉറങ്ങത്തുള്ളൂ. അങ്ങനെ ചില ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങളും അതേപോലെ പറ്റുമെങ്കിൽ ആവുക. സ്വയം ആദ്യം നിങ്ങളെ ഹീലാക്കിയതിന് ശേഷം നിങ്ങൾ ഉറങ്ങാൻ ശ്രമിക്കുക. നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കേണ്ടത് നിങ്ങളുടെ ആവശ്യമാണ്. അതുകൊണ്ട് നിങ്ങൾ തന്നെയാണ് നിങ്ങളെ ഹീലാക്കേണ്ടതും. ഇവിടെ നിങ്ങൾ സ്വയം നിങ്ങളുടെ ആ ഒരു ശ്രദ്ധ കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ പല ചേഞ്ചസും കൊണ്ടുവരാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ്. ചിലപ്പോൾ 7 ആഴ്ചയ്ക്കുള്ളിൽ അല്ലെങ്കിൽ 3 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ നിങ്ങളുടെ ലൈഫിൽ പല ചേഞ്ചസും നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കും. ആദ്യം നിങ്ങൾ സ്വയം നിങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടതാണ് അതിന്. ഇവിടെ എന്തായാലും ഇവിടെ റീഡിങ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന 3 മന്തിനുള്ളിൽ നിങ്ങളുടെ ലൈഫിൽ വലിയൊരു സെലിബ്രേഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങൾ ഹാപ്പി ആയിട്ട് ആ ഒരു സെലിബ്രേഷൻ എൻജോയ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ എന്തോ ഒരു പ്രാർത്ഥന നിങ്ങളുടെ ശബ്ദം കൊണ്ട് ചെയ്തു, ആ പ്രാർത്ഥന ഫലിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ ദൈവത്തിനോട് ശബ്ദരൂപത്തിൽ പറഞ്ഞ്, അതായത് എൻ്റെ ഈ ഒരു പ്രാർത്ഥന ദൈവം സാധിച്ചു തരണമെന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥന പൂർണ്ണമാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങൾക്ക് വേണ്ടി എന്താണോ പ്രാർത്ഥിച്ചത് അത് ഫലിക്കാൻ പോകുന്നതായിട്ടാണ്. അത് ആദ്യമായിട്ടാണ് അത് ഫലിക്കാൻ പോകുന്നത്. നിങ്ങൾ എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി എന്താണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് അത് ഫലിക്കാൻ പോവുകയാണ്. ഇവിടെ 3 മന്തിനുള്ളിൽ നിങ്ങളുടെ പാസ്റ്റ് ജന്മത്തിലെ എന്തോ ഒരു നല്ല കർമ്മ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തരുന്ന രീതിയിലൊരു ഒരു സമയം ക്രിയേറ്റ് ആക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്.
അപ്പോൾ നിങ്ങളുടെ ലൈഫിലെ ഫസ്റ്റ് മിറാക്കിൾ അതായിരിക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ആ ഒരു മിറാക്കിൾ നിങ്ങൾക്ക് സംഭവിക്കുമ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് സന്തോഷിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു എനർജിയെ ക്ലെയിം ചെയ്യുക. 3 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും മിറാക്കിൾ സംഭവിക്കുക തന്നെ ചെയ്യുമെന്ന് നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുക. ഈ ഒരു മിറാക്കിൾ നിങ്ങളുടെ ലൈഫിനെ തന്നെ പൂർണ്ണമായിട്ടും ചേഞ്ച് ആക്കുന്നതാണ്. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഹെൽത്ത്, നിങ്ങളുടെ ആ ഒരു പെരുമാറ്റം, നിങ്ങൾക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. നെഗറ്റിവിറ്റി മാറ്റി പോസിറ്റിവിറ്റി എപ്പോഴും കൊണ്ടുവരാൻ ശ്രമിക്കുക. ഹീലിംഗ് കൊടുക്കുക നിങ്ങൾക്ക്. ഇതെല്ലാം നിങ്ങൾ ചെയ്യുക. കാരണം സ്വന്തം ശ്രദ്ധ നിങ്ങൾ എപ്പോഴാണോ ചെയ്യുന്നത് അപ്പോഴാണ് നിങ്ങളുടെ ലൈഫിൽ മിറാക്കിൾ ഉണ്ടാവുന്നത്. കുറച്ച് യോഗ എക്സസൈസ് നിങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. കാരണം ഹെൽത്ത് ഇഷ്യൂ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. കുറച്ച് ആഹാരം കഴിക്കുന്ന രീതിയിൽ ശ്രദ്ധിക്കുക. കാരണം വരാൻ പോകുന്ന സമയം നിങ്ങൾ സന്തോഷത്തിൽ ഹാപ്പി ആയിട്ടിരിക്കേണ്ട സമയമാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ഹെൽത്ത് ഇഷ്യൂ ഒന്നും കാണാൻ പാടില്ല. വേണ്ടിയാണ് ഞാൻ ഇപ്പോഴേ ഇത് പറയുന്നത്. ഇവിടെ ആദ്യം ഞാൻ പറഞ്ഞത് നിങ്ങൾ ജോലിയിൽ ഭയങ്കരമായിട്ട് ബിസി ആയിട്ടിരിക്കുമെന്ന്. അങ്ങനൊരു സമയം നിങ്ങൾക്ക് വന്നിട്ടുമുണ്ട്. നിങ്ങൾ ജോലിയിൽ ഭയങ്കരമായിട്ട് ബിസി ആയിട്ടിരിക്കുന്ന ആ ഒരു സമയം. ഇപ്പോൾ ഞാൻ പറയുകയാണ്, നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുന്ന ആ ഒരു മൂമെൻറ്റ് ലൈഫിൽ ക്രിയേറ്റ് ആകും. അത്രമാത്രം ഒരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും. അങ്ങനെയുള്ള സമയം ഉറപ്പായിട്ടും വരിക തന്നെ ചെയ്യും. നിങ്ങൾ അതിനു വേണ്ടി സ്വന്തം കാര്യം സെൽഫ് ലവ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളുടെ കാര്യം കൂടുതൽ ശ്രദ്ധിക്കുക. ഇപ്പോഴും നിങ്ങൾ വർക്കഹോളിക്കാണ്. ഇപ്പോഴും നിങ്ങൾ ബിസി ആയിട്ടിരിക്കുന്ന ആളാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ വർക്കിൽ ഇത്രമാത്രം ബിസി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് രാത്രി എപ്പോൾ ആയെന്ന് പോലും അറിയാൻ പറ്റത്തില്ല. രാവിലെ എണീറ്റ് ജോലിയെല്ലാം ചെയ്ത് നിങ്ങളുടെ വർക്കെല്ലാം കഴിഞ്ഞപ്പോൾ ഉടനെ രാത്രിയായി. അത്രയ്ക്ക് നിങ്ങൾ ബിസി ആയിരിക്കും. ഇതുകൂടെ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് ബിസി ആവുന്നതായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇതിന് ആദ്യം വേണ്ടത് നിങ്ങളുടെ ആ ഒരു ഹെൽത്ത് നേരെയാവണം. ഇവിടെ നിങ്ങളുടെ ഹെൽത്ത് ഉറപ്പായിട്ടും നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. നിങ്ങൾക്ക് ആ ഒരു സന്തോഷത്തിൽ ജീവിക്കണം എന്നുള്ള ആ ഒരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഹെൽത്ത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. എന്നാലും നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കുക. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ എന്ത് കാര്യത്തിനും ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കുന്നുണ്ട്. അത് ടെൻഷൻ വേണ്ട. ഇനി അങ്ങോട്ട് ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ഇങ്ങനെ ടെൻഷനുള്ള കാര്യങ്ങൾ ഓർമ്മിച്ചിരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ശ്രദ്ധ അതിൽ നിന്ന് മാറ്റാൻ ശ്രമിക്കുക. ഞാൻ പറഞ്ഞിട്ടുള്ള മ്യൂസിക് കേൾക്കുക, അല്ലെങ്കിൽ യോഗ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. ആ ഒരു ടെൻഷനിൽ നിന്ന് നിങ്ങളെ ഡൈവേർട്ട് ചെയ്യാനാണ് ഞാൻ ഈ പറയുന്നത്. ഇതും പറ്റില്ല എങ്കിൽ ഓം നമോ ഭഗവതേ വാസുദേവായ ഈ ഒരു മന്ത്രം നിങ്ങൾ ഉച്ചരിക്കുക. അല്ലെങ്കിൽ നമ്മുടെ ശിവഭഗവാന്റെ പഞ്ചാക്ഷരി മന്ത്രമുണ്ട്, അത് ഉച്ചരിച്ചാലും മതി. ഓം ഹ്രീം നമഃ ശിവായ. ഇതൊന്നും പറ്റുന്നില്ല എങ്കിൽ ഭഗവത്ഗീത വീട്ടിലുണ്ടെങ്കിൽ അത് വായിക്കാൻ ശ്രമിക്കുക. ഇവിടെ നമ്മൾ ഗീതയുടെ ആ ഓരോ ശ്ലോകങ്ങളും വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു റിലാക്സേഷൻ നമുക്ക് തോന്നും. അപ്പോൾ നമ്മുടെ ഈ ഒരു ടെൻഷനെല്ലാം നമ്മൾ മറക്കും. പിന്നെ നമ്മൾ ചിന്തിക്കും, എന്തിന് ഞാൻ ഇങ്ങനെ ചെറിയ കാര്യത്തിന് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും. ഇവിടെ നിങ്ങളുടെ ഹൃദയവും ബുദ്ധിയും പൂർണ്ണമായിട്ടും അലൈൻമെൻ്റ് ആകുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് എന്ത് സന്തോഷമാണോ ഈ 3 മന്തിനുള്ളിൽ ലഭിക്കാൻ പോകുന്നത്, അതിന് വേണ്ടി ക്യാഷിൻ്റെ വ്യവസ്ഥകൾ ഇപ്പോഴേ ക്രിയേറ്റ് ആവുകയാണ് ഈശ്വരൻ്റെ ഭാഗത്ത് നിന്ന്. ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വീട് വാങ്ങിക്കാനോ വീട് വയ്ക്കാനോ എന്തെങ്കിലും കാര്യത്തിന് ലോൺ വേണമായിരിക്കും. അതിൻ്റെ ആ ഒരു വ്യവസ്ഥയായിരിക്കും ഇപ്പോഴേ ക്രിയേറ്റ് ആവുന്നത്. അല്ലെങ്കിൽ മക്കളുടെ വിവാഹത്തിന്, അല്ലെങ്കിൽ ഒരു കാർ വാങ്ങിക്കാൻ, വണ്ടി വാങ്ങിക്കാൻ, ഗോൾഡ് വാങ്ങിക്കാൻ, എല്ലാത്തിനും നമുക്ക് ഒരു ആഗ്രഹത്തിന് പൈസ വേണമല്ലോ. ആ പൈസയുടെ വ്യവസ്ഥ എന്തായാലും ഇപ്പോഴേ ക്രിയേറ്റ് ആവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ എന്തായാലും വളരെ വലിയ രീതിയിലൊരു പരിവർത്തനം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നതായിട്ട് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ കൂടുതലായിട്ടും മാരേജ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇതാണ് കാണാൻ സാധിക്കുന്നത്. ഇനി നിങ്ങൾക്ക് പടികൾ കയറുന്ന രീതിയിലുള്ള ഇമേജസ് കാണാൻ സാധിക്കുന്നതാണ്. അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ലൈഫിൽ വലിയ ഒരു സന്തോഷത്തിൽ നിങ്ങൾ എത്തിപ്പെടാൻ പോവുകയാണ്. ഇനി ഈ ഒരു സന്തോഷത്തെ തടുക്കാൻ വേണ്ടി ആരൊക്കെ ശ്രമിച്ചാലും അതൊന്നും നടക്കത്തില്ല. കാരണം ഇതിനു മുമ്പേയും നിങ്ങളുടെ പല സന്തോഷത്തെയും മാറ്റിക്കളയാൻ വേണ്ടി പല ആൾക്കാരും ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സന്തോഷത്തെ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ ആ ഒരു ലൈഫിൽ എഴുതപ്പെട്ട സന്തോഷമാണിത്. ഇത് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ലഭിക്കുക തന്നെ ചെയ്യും.
ഇനി നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങളെ ഈ ഒരു സന്തോഷം തടുക്കാൻ ശ്രമിച്ചാൽ അവർക്ക് എന്തോ വലിയ ഒരു നഷ്ടം ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഈശോൻ്റെ ഭാഗത്തു നിന്ന്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ചില കാര്യങ്ങൾ നല്ലതായിട്ട് വരുന്നതായിട്ട് നിങ്ങളുടെ ചുറ്റിലുമുള്ള ആൾക്കാർക്ക് മനസ്സിലായി. അപ്പോൾ അവർ എന്തോ മോശം രീതിയിൽ പല കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴേ ദൈവം അവർക്കൊരു വാണിംഗ് കൊടുത്തായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. എനിക്ക് തോന്നുന്നത് മാരേജ് ആയിരിക്കാം നിങ്ങളുടെ വീട്ടിൽ നടക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്തോ വലിയ കാര്യം, വീട് വാങ്ങിക്കുന്നതോ വയ്ക്കുന്നതോ എന്തോ വലിയ കാര്യമാണത്. അപ്പോൾ ആൾക്കാർക്ക് ഇതൊക്കെ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതിനെ തടസ്സപ്പെടുത്താൻ വേണ്ടി അവരുടെ ഭാഗത്തു നിന്ന് ശ്രമങ്ങൾ ഉണ്ടായി. അപ്പോൾ ദൈവം ഒരു വാണിംഗ് കൊടുത്തായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഇത്രയും വലിയ മിറാക്കിൾ സംഭവിക്കാൻ പോകുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു തുടക്കം നിയറിൽ നിങ്ങളെ കൊണ്ട് യൂണിവേഴ്സ് ചെയ്യിപ്പിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള നിങ്ങളുടെ ശത്രുക്കൾക്ക് ദൈവം ഇപ്പോഴേ ഒരു വാണിംഗ് കൊടുക്കുകയാണ്. നിങ്ങൾ ഇനിയെങ്കിലും അവരുടെ ലൈഫിൽ ഒരു കാര്യത്തിനും ഇടപെടാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ഇല്ല എങ്കിൽ നിങ്ങളുടെ ലൈഫിൽ വലിയ നഷ്ടം നിങ്ങൾക്ക് സംഭവിക്കും എന്നുള്ള രീതിയിൽ ഒരു വാണിംഗ് ഈശ്വരൻ്റെ ഭാഗത്തുനിന്ന് അവർക്ക് കിട്ടുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ലൈഫിൽ ഇനിയെങ്കിലും ഇവർ ഒരു പാഠം പഠിക്കാതെ നിങ്ങളെ വീണ്ടും തകർക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ വലിയ ഒരു ത്യാഗം ഇവർക്ക് ലൈഫിൽ ഉണ്ടാവും എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഈ ഒരു സമയം നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നല്ല രീതിയിൽ വർക്കാവുന്ന സമയമാണ്. ചില സമയം നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അതേപോലെ നടക്കുന്നു കാര്യങ്ങൾ. ആർക്കേഞ്ചൽ ഗബ്രിയലിൻ്റെ ആ ഒരു പവർ നിങ്ങളുടെ കൂടെ ഉള്ളത് കൊണ്ടാണ്. ഇവിടെ 3 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു എന്തെങ്കിലും കാര്യത്തിൽ. ഇവിടെ ഈ ഒരു ജസ്റ്റിസ് ലഭിക്കുമെന്ന് പറയാൻ കാരണം എന്തെന്ന് വെച്ചാൽ ഈ 3 മന്തിനുള്ളിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വളരെയധികം മുന്നോട്ട് പോവുകയും ഒരു വ്യക്തി നിങ്ങളെ ഉപദ്രവിക്കാൻ ശ്രമിച്ച ആ വ്യക്തി ലൈഫിൽ പിറകിലോട്ട് പോവുകയും ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നല്ലത് സംഭവിക്കുമ്പോഴാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ജസ്റ്റിസ് ഉണ്ടാവുന്നത്. കാരണം എന്തെന്ന് വെച്ചാൽ നിങ്ങളുടെ ആ ഒരു ശ്രദ്ധ നിങ്ങളുടെ മെയിൻ സന്തോഷത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും. അപ്പോഴാണ് നിങ്ങളുടെ ലൈഫിൽ ജസ്റ്റിസ് നടക്കുന്നത്. ഇവിടെ എൻ്റെ അന്തരാത്മാവ് പറയുന്നത് 10 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് എന്തോ ഒരു ന്യായത്തിൻ്റെ ആ ഒരു വാർത്ത കേൾക്കാൻ സാധിക്കും എന്നാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ആരുടെയെങ്കിലും കോൾ വരും, അല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും പോകുമ്പോൾ ആരെങ്കിലും മുഖേന നിങ്ങൾക്ക് ആ ഒരു ന്യൂസ് കേൾക്കാൻ സാധിക്കും. അത് നിങ്ങൾ എപ്പോഴും ഈ ഒരു കാര്യത്തിൽ ദൈവത്തിനോട് വിഷമം പറഞ്ഞിട്ട് ഈ ഒരു കാര്യത്തിൽ മാത്രം ദൈവം എന്നോട് ന്യായം കാണിച്ചില്ലല്ലോ എന്ന് നിങ്ങൾക്ക് ഈ ഒരു ന്യൂസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് അത്ഭുതം തോന്നും. ദൈവമേ, ഈ ഒരു കാര്യത്തിൽ ഞാൻ എത്രമാത്രം പ്രാർത്ഥനകൾ ചെയ്തതാണ്, ഇപ്പോഴെങ്കിലും എനിക്ക് ആ ഒരു ന്യൂസ് കേൾക്കാൻ സാധിച്ചല്ലോ, എനിക്ക് ന്യായം ലഭിച്ചു എന്നുള്ള രീതിയിൽ അങ്ങനെ നിങ്ങൾ സന്തോഷിക്കും. ഈ ഒരു ന്യായം കേട്ടതിന് ശേഷം നിങ്ങൾ വീട്ടിൽ വരുമ്പോൾ നിങ്ങൾ ഹാങ് ആയിട്ടിരിക്കും കുറച്ച് നേരം. നിങ്ങളിങ്ങനെ ചിന്തിക്കും, ദൈവമേ എന്നാലും ഇത്രയും പെട്ടെന്ന് ആ ഒരു കാര്യത്തിൽ ന്യായം ലഭിക്കുമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചില്ല എന്ന് നിങ്ങൾക്ക് തോന്നും. ഇവിടെ സമയം പോലും ഒരു വ്യക്തിയുടെ ഇൻറ്റൻഷൻ നോക്കും. അതായത് ഒരു വ്യക്തി എത്രത്തോളമാണ് അവരുടെ ലൈഫിൽ ന്യായം ചെയ്യുന്നത് അല്ലെങ്കിൽ എത്രത്തോളമാണ് മോശം ചെയ്യുന്നത് എന്ന്. ഒരു വ്യക്തിക്ക് ഈശ്വരൻ ചിലപ്പോൾ പല അവസരം കൊടുക്കും, ഇനിയെങ്കിലും നീ നേരെയാകൂ എന്നുള്ള രീതിയിൽ. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഈശ്വരൻ ഒരു അവസരവും കൊടുക്കത്തില്ല. അപ്പോൾ അവർക്ക് മനസ്സിലാകും, എൻ്റെ ആ ഒരു സമയം മോശമായി തുടങ്ങിയിരിക്കണം, അതുകൊണ്ടാണ് ഒരു അവസരം എനിക്ക് ലഭിക്കാത്തത് എന്ന്. കാരണം പ്രകൃതിയുടെ ആ ഒരു ക്രൂരത എന്താണെന്ന് ഒരു വ്യക്തിക്ക് കാണാൻ സാധിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അതായത് സമയം പല പ്രാവശ്യം അവർക്ക് പല അവസരം കൊടുത്തു നേരെയാവാം, എന്നിട്ട് അവർ നേരെയായില്ല. അപ്പോൾ ഈ ഒരു പ്രകൃതിയുടെ ആ ഒരു ക്രൂരമായ ഭാവം അവർക്ക് ലൈഫിൽ കാണാൻ സാധിക്കുന്നതാണ്. കാരണം ഈ ഒരു സമയം അങ്ങനെയാണ്. ഈ നിങ്ങൾ ഉപായം ചെയ്യേണ്ടതോ പ്രാർത്ഥന ചെയ്യേണ്ടതോ ആവശ്യമില്ല. ദൈവം അല്ലാതെ തന്നെ അവർക്ക് അവർ ചെയ്ത തെറ്റിൻ്റെ ബലം കൊടുക്കുന്ന സമയമാണ് ഈ സമയം. 3 മാസത്തിനുള്ളിൽ നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് പൂർത്തിയാവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് എന്തോ ഒരു കാര്യം നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള പേടിയുണ്ട്. പക്ഷേ ഈ 3 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് അതിലൊരു ക്ലാരിറ്റി ലഭിക്കുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് എന്തോ ഒരു ആഗ്രഹമുണ്ട്, ദൈവമേ എനിക്ക് എൻ്റെ ആഗ്രഹം ഇതാണ്, ഈ ഒരു ആഗ്രഹം അങ്ങ് സാധിച്ചു തരണം എന്നുള്ള ആഗ്രഹം. അത് ഈ ഒരു 3 മാസത്തിനുള്ളിൽ നടക്കുന്ന ഓരോ ആൾക്കാർക്കും ഓരോ കാര്യമായിരിക്കും ഉണ്ടാവുക. അതനുസരിച്ചാണ് ഞാൻ ഓരോന്ന് പറയുന്നത്, റീഡിങ്ങിൽ വരുന്നത്.
ഇവിടെ നിങ്ങളുടെ ആ ഒരു ആഗ്രഹത്തിൽ എത്താൻ ചിലപ്പോൾ നിങ്ങൾക്ക് വഴിയൊന്നും തെളിഞ്ഞ് കാണുന്നില്ലായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ ആഗ്രഹത്തിൽ നിങ്ങൾ എങ്ങനെ എത്തിപ്പെടുമെന്ന് ആലോചിച്ച് വിഷമിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ ദൈവം എന്തോ ഒരു വഴി നിങ്ങൾക്ക് മുന്നിൽ ഇട്ട് തരുന്നതായിട്ട് ആ ഒരു ലക്ഷ്യത്തിൽ ആ ഒരു സന്തോഷത്തിൽ എത്താൻ വേണ്ടി എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ യൂണിവേഴ്സ് എന്തായാലും നിങ്ങളുടെ സന്തോഷം അത് പൂർണ്ണമാക്കാൻ വേണ്ടി ആക്ഷൻ എടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 3 മന്തിനുള്ളിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു മിറാക്കിൾ സംഭവിക്കുമെന്ന്. ഇവിടെ നിങ്ങളുടെ ലൈഫിലെ ആ ഒരു ജേണി എന്ന് പറയുന്നത് ഈ 3 മന്തിനുള്ളിൽ സ്റ്റാർട്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതിലോട്ട് നിങ്ങൾ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ സ്ഥിതികൾ ക്രിയേറ്റ് ആവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ആ ഒരു സന്തോഷത്തിൽ നിങ്ങൾ എത്തിച്ചേരാൻ വേണ്ടി ദൈവം ഇപ്പോഴേ പല പ്ലാനിങ്ങും ചെയ്തതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ എന്തായാലും 3 മാസത്തിനുള്ളിൽ വലിയൊരു ആക്ഷൻ നിങ്ങൾ എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ 3 മന്തിനുള്ളിൽ ദൈവത്തിൻ്റെ ആ ഒരു പ്ലാനിൽ നിങ്ങൾക്ക് വേണ്ടി എന്താണ് എന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണാലെ കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ 3 മന്തിനുള്ളിൽ നിങ്ങൾ ഏതോ ധാർമ്മികമായിട്ടുള്ള സ്ഥലത്ത് പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അത് നിങ്ങളുടെ ആഗ്രഹം നടന്നു കഴിയുമ്പോൾ നിങ്ങൾ അവിടെ പോയി വരാമെന്ന് വിചാരിക്കുന്നില്ല, അങ്ങനെ പോയി വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. 6 തൊട്ട് 5 ദിവസം വരെയുള്ള ഒരു ട്രാവലിംഗ് ആയിരിക്കും അത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. വലിയൊരു ട്രാവൽ. ഇവിടെ ഒരു ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, എല്ലാം നിങ്ങളുടെ ഫേവറബിളായിട്ട് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ആ ഒരു ഊർജം ഇത്രമാത്രം ഹാപ്പി ആയിട്ടിരിക്കുന്നതായിട്ട്, അതായത് നിങ്ങളുടെ ആ ഒരു വർത്ത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഈ ഒരു 3 മന്തിനുള്ളിൽ. അതായത് അത്രമാത്രം പോസിറ്റീവായിട്ടുള്ള ഊർജത്തിലായിരിക്കും നിങ്ങൾ ഉണ്ടാവുക. നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുന്നതായിട്ടും നിങ്ങൾക്ക് ബാലൻസ് കൊണ്ടുവരാൻ നിങ്ങൾ തന്നെ ശ്രമിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ വിജയങ്ങളായിരിക്കും കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ ഇവിടെ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ആ ഒരു ജീവിതം സന്തോഷത്തോടെ നിങ്ങൾക്ക് ജീവിക്കണം എന്നതാണ്. മുന്നേയൊക്കെ നിങ്ങൾക്ക് വേണ്ടി വളരെ മോശം രീതിയിലായിരിക്കും പ്രാർത്ഥനകൾ ചെയ്തത്. പക്ഷേ ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് വേണ്ടി നല്ല രീതിയിലായിരിക്കും പ്രാർത്ഥനകൾ ചെയ്യുന്നത്. അതായത് ഇതുവരെയുള്ള ലൈഫിൽ നിങ്ങൾ ഇതുവരെ ഇങ്ങനെ പ്രാർത്ഥന ചെയ്തിട്ടില്ല. ദൈവമേ, എനിക്ക് ജീവിക്കണം, സന്തോഷത്തോടെ ജീവിക്കണം, എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് സമാധാനവും സന്തോഷത്തോടെ എനിക്ക് ജീവിക്കണം എന്നുള്ള പ്രാർത്ഥന നിങ്ങൾ ഇതുവരെയും ചെയ്തിട്ടുണ്ടാവത്തില്ല. എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടിയായിരിക്കും നിങ്ങൾ പ്രാർത്ഥന ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇനി നിങ്ങൾ ഈ രീതിയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനകൾ ചെയ്യുന്നതാണ്. കാരണം നിങ്ങളുടെ ലൈഫ് എൻജോയ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഈ ഒരു സമയം നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളെ നല്ല രീതിയിൽ ഗൈഡ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഈ സമയം നിങ്ങൾക്കുള്ളട്ടും ഒറ്റയ്ക്കിരിക്കാൻ ശ്രമിക്കും. അങ്ങനെ ഇങ്ങനെ ആൾക്കാരോട് സംസാരിക്കുന്ന കുറവായിരിക്കും. കുറച്ച് ശരീരത്തിന് റെസ്റ്റ് കൊടുക്കാൻ വേണ്ടി നിങ്ങൾ വർക്ക് പ്ലേസിൽ പോവാതെ അവധി എടുക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. കുറച്ചൊന്ന് എൻ്റെ ശരീരത്തിന് റെസ്റ്റ് കൊടുക്കാം എന്ന് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചിന്തിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. എലോണായിട്ടിരിക്കുന്നതിന് കൊണ്ട് ഒരു കുഴപ്പവുമില്ല. നിങ്ങളുടെ ഹൃദയം നിങ്ങളോട് എന്താണോ പറയുന്നത് അത് നിങ്ങൾ ചെയ്യുന്നു എന്ന് മാത്രം. ഇവിടെ നിങ്ങൾക്ക് ഹീലിംഗ് എങ്ങനെയൊക്കെ ലഭിക്കുന്നു അത്രത്തോളം ഹീലിംഗ് നിങ്ങൾ ചെയ്യുക. പിന്നെ ഒരു കാര്യം, ഒറ്റയ്ക്കിരിക്കാൻ വേണ്ടി നിങ്ങളുടെ ഹൃദയം പറയുകയാണ് എങ്കിൽ ഒരിക്കലും ഒറ്റയ്ക്കിരിക്കരുത്, അത് മാത്രം നിങ്ങൾ ചെയ്യരുത്. ഇവിടെ 3 മന്തിൽ നിങ്ങൾക്ക് ലഭിക്കാനുള്ള ആ ഒരു മിറാക്കിൾ ലഭിക്കണമെങ്കിൽ നിങ്ങളുടെ ശബ്ദത്തിൽ നിങ്ങൾ ശ്രദ്ധ കൊണ്ടുവരേണ്ടതാണ്. ദേഷ്യത്തിൽ ആരോടും വളരെ മോശമായിട്ട് ഒരിക്കലും നിങ്ങൾ സംസാരിക്കരുത്. ആരുടെയും ആ ഒരു വിഷമം നിങ്ങൾ കാണാതെ പോവരുത്. കാരണം നിങ്ങൾ ദേഷ്യത്തിൽ നിങ്ങളുടെ ആ ഒരു ശബ്ദം കൊണ്ട് വളരെ മോശമായിട്ടുള്ള രീതിയിൽ പറയാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത്, ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ സ്ഥിതികൾ അങ്ങനെ ക്രിയേറ്റ് ആകും. അതായത് നിങ്ങൾക്ക് ദേഷ്യം വരുന്ന രീതിയിലുള്ള സ്ഥിതികൾ ക്രിയേറ്റ് ആകും. പക്ഷെ നിങ്ങൾ എങ്ങനെ ആ ഒരു കാര്യത്തെ എടുക്കുന്നു എന്നത് ഇരിക്കും കാര്യം. ഇവിടെ വയസ്സിന് മൂത്തവരോട് തെറ്റായ രീതിയിൽ പെരുമാറാൻ പാടില്ല. അവർക്ക് വിഷമം ഉണ്ടാക്കുന്ന രീതിയിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു ശബ്ദവും ഉണ്ടാവാൻ പാടില്ല. അതായത് നിങ്ങളിൽ കൺട്രോൾ കൊണ്ടുവരുമ്പോൾ ദൈവം നിങ്ങൾക്കൊരു മിറാക്കിൾ അവിടെ കൊണ്ടുവരികയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ 3 മന്തിനുള്ളിൽ നിങ്ങൾ എന്തായാലും ഒരു ആക്ഷൻ എടുക്കുന്നതാണ്. ഇവിടെ 3 മാസത്തിനുള്ളിൽ നിങ്ങളുടെ ബന്ധം വളരെ ദൃഢമാകുന്നതായിട്ട് കാണാൻ സാധിക്കും. നിങ്ങളുടെ റിലേഷൻഷിപ്പ്, അതായത് നിങ്ങൾ റിലേഷൻഷിപ്പിലാണെങ്കിൽ മാരേജ് വരെ കാര്യങ്ങൾ പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു.
ഇവിടെ മാരേജ് ഫിക്സ് ആവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇമോഷണൽ ആയിട്ടുള്ള ഒരു കണക്ഷൻസ് ഭയങ്കരമായിട്ട് ഉണ്ടാവുന്നതായിട്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും, അതായത് നിങ്ങൾ ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നതായിട്ട്. ശരീരം മാത്രമാണ് വ്യത്യസ്തം, പക്ഷേ ആത്മാവും ഹൃദയവും ഒന്നാണ് എന്നുള്ള തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇത്രയും നല്ല കാര്യങ്ങളാണ് ഈ ഒരു റീഡിങ്ങിൽ എനിക്ക് കാണാൻ സാധിച്ചത്. ഈ ഒരു റീഡിങ്ങിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.